ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എണിച്ചുള്ളൂ. അടുത്തൊന്നും ഇല്ലാത്തതാണ് താമസിച്ചല്ലാണെങ്കിൽ. അപ്പോൾ എല്ലാവരും എണിച്ച് കുറച്ച് നേരം മുമ്പ് വന്നിരിക്കണേ ഉള്ളൂ കേട്ടോ. ചായ ഒന്നും വെച്ചിട്ടില്ല. ഇനി കയറി ചെന്നിട്ട് വേണ്ടോ ചായയൊക്കെ വെക്കാൻ. അതെ, ഞങ്ങൾ കുറച്ച് നേരം മുമ്പ് പോയി ഇരുന്നിട്ട് എണിച്ച് വന്നു കേട്ടോ. ഇനി കിഴങ്ങറി ഉണ്ടാക്കണം. കിഴങ്ങറിക്കുള്ള സാധനങ്ങളുണ്ട്. കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളൊന്നും ഇനി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇടിയപ്പം വാപ്പിച്ച് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ കറിയുടെ പണി കഴിഞ്ഞാൽ പിന്നെ ഉച്ചത്തേക്കുള്ളത് നോക്കിയത്. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇച്ചിരി വെള്ളം, ഇത് വേവാനുള്ള ആവശ്യത്തിനായിട്ടുള്ള ഇച്ചിരി വെള്ളമോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി വെള്ളമോടെ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇത് നമുക്ക് അടച്ച് വെച്ച് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കാം. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടില്ല, തിളക്കുന്നേ ഉള്ളൂ. കുക്കർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരട്ടെ കേട്ടോ. കിഴങ്ങ് വെന്തോടെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു 2 കടുക് കൂടെ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. 2 കടുക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച് തന്നെ കിഴങ്ങും സവാളയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേവിച്ച് വെച്ച കിഴങ്ങ് അതിലേക്ക് ഒഴിച്ച് കൊടുത്താണ്ട് കേട്ടോ. ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് കുറുകണം കേട്ടോ. ഇച്ചിരി ഗരം മസാലയോടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുത്താൽ നല്ലോണം കിടന്ന് തിളച്ച് കുറുകട്ടെ കേട്ടോ. അപ്പോൾ കിഴങ്ങറി ഇവിടെ നല്ലോണം തിളയ്ക്കണ്ട കേട്ടോ. രണ്ടിൻ്റെ തിളച്ച് ഓഫായി കൊടുക്കാം. 2 പിള്ളേർക്ക് ചായ കൊടുക്കാം. കിഴങ്ങറി തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ അലക്കാനുള്ള തുണി വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോയി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓഫായി കൊടുക്കാം. നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓഫായി കൊടുക്കാം. ഇനി പിള്ളേർക്ക് ചായ കൊടുക്കാം. ഇടിയപ്പം കൊടുന്ന് വന്നിട്ട് പോയിട്ടതാ. ഇനിയിപ്പോൾ പിള്ളേർക്ക് ചായ കൊടുക്കാൻ പോവാണ്. മിച്ചുക്കുട്ടന് സൈഡിൽ ഒഴിച്ചതി എന്ന് പറഞ്ഞാൽ മേളിൽ ഒഴിക്കണ്ടാവുന്ന പറഞ്ഞാൽ മിച്ചുക്കുട്ടന് സൈഡിലാണ് ഒഴിച്ചത്. ബാക്കി 2 മേളിൽ ഒഴിച്ചെടുത്ത് പറഞ്ഞു. അപ്പം ഇനി ഇത് അവർക്കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. അപ്പം അതേ അരി ഇട്ട് കൊടുത്താണ്ട് കേട്ടോ. വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കിക്കണം. പിള്ളേർക്ക് ചായ കൊടുത്ത് ബാക്കി കിഴങ്ങറി മൂടി വെച്ചിട്ട് വേണം എനിക്ക് 1 ഗ്ലാസ് കട്ടൻ കുടിക്കാൻ. അപ്പോൾ കിഴങ്ങറി ഇവിടെ മൂടി വെച്ച് കൊടുത്താണ്ട് കേട്ടോ. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ പിള്ളേർ ഇവിടെ ഇരുന്ന് ചായ കുടിക്കണ്ട കേട്ടോ. ഞാൻ ഫ്രണ്ടിലേക്ക് പോവാണ് ചായ കുടിക്കാൻ. അപ്പോൾ ചായ ഇട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം മിറ്റടിക്കാൻ. കരിയിലേക്ക് മൊത്തം ചാടി കിടക്കുന്നുണ്ട്. ഞാൻ ചായ കുടി കഴിഞ്ഞിട്ട് വേണം മിറ്റടിച്ച് കൊടുക്കാൻ. അത് എനിക്ക് കഴിയുമ്പോഴത്തേക്കും വാപ്പിച്ച് വരും കേട്ടോ. മിച്ചൂസിനെ ആവി പിടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി വാപ്പിച്ച് വരും. 3 ദിവസമാണ് കേട്ടോ പറഞ്ഞേക്കണേ. നാളെ വരെ ഉണ്ട്. നാളെ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ വാപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ വരും. ചായ കുടിക്കാൻ കഴിഞ്ഞ് മിറ്റൊക്കെ അടിച്ചു കൊടുത്താണ്ട് കേട്ടോ. ഞാൻ അകത്തേക്ക് പോയി ഞാൻ ചായ കുടിക്കാൻ പോവാം കേട്ടോ. ഞാൻ ചായ കുടിക്കാൻ പോകാൻ കേട്ടോ. ഇനി ചായ കുടി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ചുക്കുട്ടനെ ആവി പിടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി വാപ്പ വന്നു കേട്ടോ. അപ്പോൾ ഇനി അവർ പോവാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോയിട്ടോ. അപ്പോൾ അവരങ്ങനെ പോയി. പൊന്നുക്കുട്ട നമുക്ക് അകത്ത് കയറി പോവാം.
അപ്പോൾ അതാ നിച്ചുകൂട്ടൻ ഞാൻ ആശുപത്രി പോയിട്ടോ ആവി പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളിതാ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി അകത്തേക്ക് കയറി വന്നു കേട്ടോ. ചെമ്പല്ലി മീനാണ് കേട്ടോ കറി വയ്ക്കണേ. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ വെച്ച് ഉലുവയും പൊട്ടിച്ച് കൊടുത്താണ്ട് കേട്ടോ. ഉലുവ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളിയും സവാളയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ അരച്ചു കൊടുത്തേക്കണേയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്താൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ അരച്ചു കൊടുത്തേക്കണതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറച്ച് നേരം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താൽ ഇച്ചിരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഇളക്കി കൊടുക്കേണ്ട. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുളിയുടെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം എൻ്റെ അകത്തേക്ക്. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി നല്ലോണം തിളയ്ക്കണം. അപ്പോൾ അതാ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതാ കഴുകി വെച്ചാണ് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് പയ്യെ ഇളക്കി കൊടുത്തിട്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മീൻ അവിടെ നല്ലോണം ഒന്ന് വേവണം. അപ്പോൾ അതാ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇതേ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതാ മീൻകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയിൽ മുട്ടയും ചിക്കി എടുക്കാം. മീൻകറി ഞാൻ അപ്പുറത്തേക്ക് വാങ്ങി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതാ മുരിങ്ങയിലെ മുട്ടയും ചിക്കാനുള്ള ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റേ. അപ്പോൾ അതാ ചീഞ്ചട്ടിയിൽ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് കേട്ടോ. അതാ മീൻകറി അപ്പുറം മൂടി വയ്ക്കാം. ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കാം. കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ. തീ ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള പച്ചമുളക് കറിവേപ്പില
ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേണ്ട അതിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അത് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങയില ഇവിടെ രണ്ടത് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. മുരിങ്ങയില ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അതാ മുരിങ്ങയില നല്ലോണം വാടി വന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി ഇച്ചിരി 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പോടെ ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം. അപ്പോൾ അത് ആ മുട്ട ഇട്ടോട് നല്ലോണം ചിക്കി എടുത്താണ്ട് കേട്ടോ. ഞാൻ തീ ഓഫായി കൊടുക്കാം. കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മുട്ടയല്ലേ, അതുകൊണ്ട് നല്ലോണം ഒന്ന് കുറച്ച് നേരത്തേക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ചൂട് കുറയുന്ന നേരത്തേക്ക്. അപ്പോൾ അതാ മുരിങ്ങയിലയും മുട്ടയും ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വാപ്പായും കൊച്ചും വന്നു. അപ്പം അങ്ങനെ വാപ്പിച്ച് കൊച്ചിനെ കൊണ്ട് വന്നിട്ട് വാപ്പിച്ചതേ പോവാം കേട്ടോ. വാപ്പിച്ച് അങ്ങനെ പോയിട്ട് ഇതാ മുരിങ്ങയില ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ വറുക്കല്ല കേട്ടോ, മീൻ വറുത്തേ ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ മീൻ വറുത്തേ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ 2-3 പാത്രമുണ്ട്, ഇതും കഴുകി വെച്ച് ഇവിടെ ഇനി തിണ്ണ തുടച്ചിടാനുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പാത്രവും കഴുകി തിണ്ണയ്ക്കും തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലാസ് ഇന്നലെ വൈകുന്നേരം സംഭാരം ഉണ്ടാക്കിയായിരുന്നല്ലോ, അത് ഇനിയിപ്പോൾ ഗ്ലാസ് കുടിക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വരി കളണം, തുടയ്ക്കണം, പിള്ളേരെയും കുളിപ്പിച്ച് എനിക്കും കുളിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.